ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ അധ്യക്ഷരെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ വേദിയിൽ നിങ്ങൾക്ക് മുൻപിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം തന്ന അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. വ്യത്യസ്തമായ വിഷയങ്ങളെ കുറിച്ച് എന്റെ സഹപാഠികൾ ഇവിടെ അവതരിപ്പിച്ചു. എന്നാൽ ലോകത്തിന് വെളിച്ചമായി കടന്നു വന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയ പാഠങ്ങളെ കുറിച്ച് ഓർമ്മിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ആരായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? എന്തായിരുന്നു അവിടുത്തെ ലക്ഷ്യങ്ങൾ? അതറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജനനം മുതൽ നമ്മൾ അറിയണം. നിങ്ങൾക്കറിയാമോ, AD 571 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ആമിന ബീവിയുടെയും അബ്ദുള്ളയുടെയും മകനായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജനനം ലോക ചരിത്രത്തിലെ ഒരു അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഒരു പ്രവാചകൻ മാത്രമായിരുന്നില്ല, മറിച്ച് സ്നേഹത്തിന്റെയും പ്രതീകം കൂടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ പാഠങ്ങളെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല. നിങ്ങൾക്കറിയാമോ, നമ്മുടെ അയൽക്കാരെയും കൂടെയുള്ളവരെയും ഭിന്നതകളില്ലാതെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഓരോ ജീവജാലത്തോടും കരുണയോടെയും സത്യസന്ധതയോടെയും പെരുമാറാൻ നമുക്ക് സാധിക്കണം. കാരണം ശത്രുക്കളോട് പോലും കരുണ കാണിച്ച, തന്നെ ദ്രോഹിച്ചവരോട് പോലും നന്മയോടെ നിറഞ്ഞ പുഞ്ചിരിയോടെ നേരിട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമികളാണ് നമ്മൾ എന്ന് ഓരോ നിമിഷവും നമ്മൾ ഓർക്കണം. ഹിജ്റ വർഷം 11 തന്റെ 63-ാം വയസ്സിൽ റബീഉൽ അവ്വൽ 12 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ ഓരോ മുഅ്മിനീങ്ങളുടെ ചലനത്തിലും സത്യവിശ്വാസികളുടെ ശ്വാസത്തിലും അദ്ദേഹം ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. നബിദിനം കേവലം മൗലീദ് പാരായണത്തിലും മധുരപലഹാരങ്ങൾ പങ്കിടുന്നതിലും ഒതുങ്ങേണ്ട ഒന്ന് മാത്രമല്ല, മറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹമഹിയായ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള ഒരു ദൃഢനിശ്ചയം കൂടിയാണെന്ന് നമ്മൾ ഓർക്കണം. പലത്തി പറയാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅവാന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.